പാലക്കാട് 2 ദിവസം നിന്നതിന് ശേഷം ഞങ്ങളിതാ ബാക്ക് ടു ജമ്മുവിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും നല്ല വിഷമമുണ്ട്. കാരണം നാട്ടിൽ നിന്നിട്ട് എനിക്കങ്ങ് മതി വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഗൈസ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് കയറിയത്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് തൊട്ടിട്ട് ഐറ ഭയങ്കര അലമ്പായിരുന്നു. ഭയങ്കര അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിൽ നിന്നൊക്കെ നൈറ്റായിരുന്നു, നമുക്ക് അവിടെ സ്റ്റേ ഓവർ പോലെയായിരുന്നു. ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ 5000 രൂപ കൊടുത്തിട്ടാണ് ഗൈസ് ലോഞ്ച്, വെറും 2 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ ലോഞ്ച് എടുത്തത്. പക്ഷേ ഐറ അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും അലമ്പായിരുന്നു, കരച്ചിലായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയും ഭയങ്കര റിഗ്രറ്റായിപ്പോയി. കാരണം 2 മണിക്കൂർ നേരത്തേക്ക് ലോഞ്ച് എടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബാഡ് ഡിസിഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ആ സമയം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐറ വെറും കരച്ചിൽ, ഉറക്കിൻ്റെ ഒരു ക്ഷീണം. കാരണം പുലർച്ചെ ഫുൾ നൈറ്റ് നമ്മൾ ഉറങ്ങാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ, അതുപോലെ ലഗേജ് ആണെങ്കിൽ അവർ ലഗേജിൽ കയറ്റി വിടാണ്ട് ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ തന്നെ 3 ബാഗും ക്യാരി ചെയ്യേണ്ട ഒരവസ്ഥ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ ഐറേനെ ഫ്രഷാക്കി ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾക്ക് 9 മണിക്കായിരുന്നു കേട്ടോ അവിടുന്ന് ജമ്മുവിലേക്ക് ഫ്ലൈറ്റ്. അങ്ങനെ അവൾ എന്താ പറയുക, അവൾക്ക് ഓടി നടക്കണം. പക്ഷേ ഡൽഹി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, കുട്ടീനെ കാണാണ്ടായാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വിചാരിച്ച് ഞങ്ങൾ പ്രശാന്തായിട്ടും കുറച്ച് സമയം ഉറങ്ങിയെങ്കിലും ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ ഞാൻ ഇവളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഓട്ടമാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. അഥവാ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൽഹി എയർപോർട്ട് മൊത്തം കുലുക്കുന്ന പോലത്തെ നിലവിളിയായിരുന്നു. അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ടാണ് കരയുക. അതായത് നമ്മുടെ കുട്ടിയല്ല, നമ്മൾ ആരോ പിടിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ കരച്ചിലാണ് ഇവൾ കരയുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തി. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. തീരെ ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ എന്ത് ചെയ്തു, അടിച്ചു വാരി തുടച്ചെല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രിക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ.